ഹായ് ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ ജാവ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജാവയും സിയും സി പ്ലസ് പ്ലസും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തി. ഇന്നെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ജാവയുടെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ബേസിക്കലി ജാവയ്ക്ക് 8 ഫീച്ചേഴ്സ് പറയപ്പെടുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കാണാം, ഈ പല ഫീച്ചേഴ്സും ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഓരോ ഫീച്ചറിലും 1 by 1 ആയിട്ട് കടന്നു പോകുന്നതായിരിക്കും. തിയറിറ്റിക്കൽ പാർട്ടാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. പിന്നീട് നമുക്ക് പ്രാക്ടിക്കൽ വശം വൺസ് നമ്മൾ കോഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് പ്രാക്ടിക്കലി ഇത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ആദ്യത്തെ ഫീച്ചറായിട്ട് പറയപ്പെടുന്നത് ജാവ സിമ്പിളാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ജാവ സിമ്പിളാണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ജാവയ്ക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ കണക്ക് ജാവയ്ക്ക് ഒരു സിൻറ്റാറ്റിക്കൽ സിമിലാരിറ്റി ഉണ്ട് സിയും സി പ്ലസ് പ്ലസും തമ്മിൽ. അതുകൊണ്ട് തന്നെ സിയോ സി പ്ലസ് പ്ലസോ പഠിച്ച ഒരാൾക്ക് വളരെ എളുപ്പം ജാവ പഠിച്ചെടുക്കാം. ആ ഒരു ഫെമിലാരിറ്റി ഒരു ഡെവലപ്പറിനുണ്ടായിരിക്കും. അതുകൊണ്ട് ജാവ റിലേറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്ന് നമുക്ക് പറയാം. മറ്റ് സിയോ സി പ്ലസ് പ്ലസോ അതിന് മുന്നിലുള്ള ലാംഗ്വേജുകളെ അപേക്ഷിച്ച് ജാവ റിലേറ്റീവ്ലി സിമ്പിളാണെന്ന് പറയാം. ഇന്നത്തെ ഒരു പ്രസൻറ്റ് ഡേ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ജാവ പോലെ തന്നെ പല ലാംഗ്വേജുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് ഒരു യൂസറിന് ഒരു ഡെവലപ്പറിന് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. ജാവ മാത്രമല്ല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്. ബട്ട് നമ്മൾ ജാവയുടെ ഫീച്ചേഴ്സ് പഠിക്കുന്നതുകൊണ്ട് ജാവ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്കിവിടെ ജാവ മറ്റ് ലാംഗ്വേജുകളെ അപേക്ഷിച്ച്, അതായത് അതിന് മുന്നിലുണ്ടായിരുന്ന ലാംഗ്വേജുകളെ അപേക്ഷിച്ച് വളരെ സിമ്പിളാണ് ഒരാൾക്ക് പഠിച്ചെടുക്കാൻ. അതുകൊണ്ട് തന്നെ ജാവയുടെ ഡെവലപ്മെൻറ്റ് ടൈം മറ്റൊരു ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ചാണ് എടുത്തിരുന്നത്. അതുപോലെ മറ്റൊരു ജാവയുടെ ഒരു ഫീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിൾ എന്ന് സ്ഥാപിക്കാൻ പറയപ്പെടുന്ന ഒരു പോയിന്റ്, ജാവ ചില ഇത്തിരി പാടുണ്ടായിരുന്ന, അതായത് ഇച്ചിരി ഹാർഡായിട്ടുണ്ടായിരുന്ന ചില ഫീച്ചേഴ്സ് സിയിൽ നിന്നും സി പ്ലസ് പ്ലസിൽ നിന്നും എടുത്തു മാറ്റിയിട്ടാണ് ജാവ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പോയിൻറ്റേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ജാവയിലില്ല. ജാവ അത് റിമൂവ് ചെയ്തു. സിയിലും സി പ്ലസ് പ്ലസിലും അത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചർ മെമ്മറി മാനേജ്മെൻ്റ് ആണ്. മെമ്മറി മാനേജ്മെൻറ്റും ജാവ എന്നുള്ളത് ഡൈനാമിക് ആക്കി ജാവ തന്നെ, അല്ലെങ്കിൽ JVM തന്നെ ഈ മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്രയും കാരണങ്ങളുണ്ട് നമുക്ക് എന്ത് പറയാം, ജാവ ഒരു സിമ്പിൾ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ റിലേറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഒരു ഡെവലപ്പറിന് പഠിച്ചെടുക്കാൻ എന്ന് നമുക്ക് പറയാം. ഇനി അതിന് തൊട്ട് താഴെ ഞാൻ നിങ്ങൾക്ക് ഒരു ബേസിക് ജാവ ക്ലാസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ പബ്ലിക് ക്ലാസ് ഡെമോ ക്ലാസ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ലൈനിൽ. അപ്പോൾ പബ്ലിക് എന്ന് പറയുന്ന ഒരു ആക്സസ് മോഡിഫയർ ആണ്, അതിന് തൊട്ടപ്പുറത്ത് ക്ലാസ് എന്നുള്ള കീവേഡ്. അതേപോലെ ഡെമോ ക്ലാസ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്ലാസിൻ്റെ പേര്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വരും സെഷനിൽ പറഞ്ഞു തരാം. നമ്മൾ ഇതിൻ്റെ എക്സിക്യൂഷൻ പഠിക്കുന്ന സമയത്തും പ്രാക്ടിക്കൽ സൈഡിലോട്ട് കിടക്കുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സിൻടാക്സ് സ്ട്രക്ചറും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബേസിക്കലി ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജാവ ഒരു ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ അതിന് തൊട്ട് താഴെ ആ ക്ലാസ്സിനുള്ളിൽ ഒരു മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ആ മെയിൻ ഫംഗ്ഷനുള്ളിലാണ് ഞാനൊരു system.out.println, അതായത് ഹലോ വേൾഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ജാവ ക്ലാസ്സിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കും. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും ജാവയിൽ നിങ്ങളൊരു ക്ലാസ് എഴുതി കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ അതേ നെയിമിൽ വേണം, പ്ലസ് .java എന്നുള്ള എക്സ്റ്റൻഷൻ കീപ്പ് ചെയ്ത് വേണം നമ്മൾ ആ ഫയൽ സേവ് ചെയ്യാൻ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. വീണ്ടും ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ സൈഡിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജാവ സിമ്പിളാണ്. ഇതിൻ്റെ സിൻടാക്സ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫീച്ചർ കവർ ചെയ്തു, ജാവ സിമ്പിളാണെന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫീച്ചറായ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് കിടക്കാം. ജാവ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് കുറച്ചുണ്ട്. ആ കൺസെപ്റ്റ്സ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജുകളെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഊപ്സ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസിനകത്ത് ഉൾക്കൊള്ളുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്ലാസ് എന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ പ്രോഗ്രാമിനുള്ള ടാസ്കുകളെ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും,
ഒബ്ജക്ട്സ് ആയിട്ട് കണക്കാക്കപ്പെടും. ഒബ്ജക്ട്സിനുള്ളിൽ അതിനെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഒരു ടാസ്കിനെ അങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അല്ലെ അതിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1 by 1 എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസ് എന്നും ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ക്ലാസ് എന്ന് നോക്കാം, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എന്നും നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഈ ചിത്രത്തിൽ കാണാം, ഒരു എക്സാമ്പിൾ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാർ എന്നൊരു ക്ലാസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം, ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റാണ് കാർ എന്നുള്ളത്. അത് റിയൽ ലൈഫിലുള്ള എന്തൊരു ഒബ്ജക്റ്റിനെ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാർ എന്നുള്ള ഒരു റിയൽ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് അതിനെ എങ്ങനെ നമ്മൾ പ്രോഗ്രാമിംഗ് ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർ എന്നുള്ള ക്ലാസ്, ആ ഒരു കാറിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ കാറിന് കുറേ പ്രോപ്പർട്ടീസ് കാണും. ഫോർ എക്സാമ്പിൾ ഈ കാറിൻ്റെ മോഡൽ ഏതാണെന്നുള്ളത്, അതേപോലെ കാർ മേക്ക് ചെയ്ത ഇയർ ഏതാണെന്നുള്ളത്, കാറിൻ്റെ കളർ, ഓക്കെ, അതേപോലെ തന്നെ കാർ എന്ത് ടൈപ്പ് കാറാണ്. ഫോർ എക്സാമ്പിൾ SUV ആണോ, അല്ലെ ലൈക്ക് അതർ കാർ ഹാഷ് ബാക്ക് ആണോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്സ് ഉണ്ടല്ലോ കാറിൻ്റെ. അപ്പോൾ എന്ത് ടൈപ്പാണെന്നുള്ളത്, അപ്പോൾ ഇതൊക്കെയാണ് കാറിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുക. ഇത് മാത്രമല്ല, മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് മറ്റുള്ളതുമുണ്ട്. ബട്ട് ബേസിക്കലി ഞാനൊരു 4 പ്രോപ്പർട്ടീസ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ കാറിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. കാറ് പെർഫോം ചെയ്യുന്ന കാറിൻ്റെ കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാറ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതൊരു ബിഹേവിയറാണ്. കാറ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് ആക്സലറേറ്റ് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. ഇതൊക്കെ കാറിന് കുറച്ച് ഫങ്ഷണാലിറ്റീസ് ആണ്. കാറ് ബേസിക്കലി എല്ലാ കാറിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫങ്ഷണാലിറ്റിയാണ്. ഇതിലേതെങ്കിലും വർക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ഫങ്ഷണാലിറ്റീസ് ആയിട്ട് നമ്മൾ പറയുന്നു. അപ്പം ഏതൊരു റിയൽ ലൈഫ് ഒബ്ജക്റ്റ് എടുത്താലും, ഞാനിവിടെ കാറ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബേർഡിനെ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഹ്യൂമനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആനിമൽസിനെ കൺസിഡർ ചെയ്യാം, ഒരു ഫിഷിനെ കൺസിഡർ ചെയ്യാം. എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ്. ഒരു റിയൽ ഒബ്ജക്റ്റിനെ എടുത്ത് നിങ്ങൾക്ക് അതിനെ പ്രോപ്പർട്ടീസ് ആയിട്ടും അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ടും തരംതിരിക്കാൻ കഴിയും. അതേ സാധനത്തിനെ അതേ ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസിൽ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ കാർ എന്നുള്ള ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്തു. ആ ക്ലാസ്സിനുള്ളിൽ എന്ത് ചെയ്തു, അതിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ക്ലാസ്സിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്രയും, അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഫങ്ഷൻസും. ഇനി ഈ ക്ലാസ്സിനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനൊരു സ്പെസിഫിക് ഒബ്ജക്റ്റ്, ഒരു സ്പെസിഫിക് മോഡൽ കാർ ക്രിയേറ്റ് ചെയ്തു, സുസുക്കി സ്വിഫ്റ്റ്. അപ്പം സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മോഡലാണ്, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ മോഡൽ കാറാണ്. അപ്പോൾ ആ കാറിന് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഈ ക്ലാസ്സിലുള്ള അതേ പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യും. ഈ ഒബ്ജക്റ്റിനും ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റിന് ഒരു മോഡൽ ഉണ്ടായിരിക്കാം, ഒരു മേക്ക് ഇയർ ഉണ്ടായിരിക്കാം, ഒരു കളർ ഉണ്ടായിരിക്കാം, ടൈപ്പ് ഉണ്ടായിരിക്കാം, അതേപോലെ ഫങ്ഷണാലിറ്റീസും ഉണ്ടായിരിക്കും. അടുത്തതായിട്ടൊരു ഹ്യുണ്ടായി എന്നുള്ള ഒരു നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ 1, 2, 3 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു. ഈ 3 ഒബ്ജക്ട്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. എന്നാലും ഓൾമോസ്റ്റ് സിമിലർ ഫങ്ഷണാലിറ്റീസും ഓൾമോസ്റ്റ് സിമിലർ, അതായത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും ഈ പ്രോപ്പർട്ടീസിന്. ഈവൻ ദോ ഇപ്പോൾ മോഡൽ നമ്മൾ പറയാം, മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യത്തേന് നമ്മൾ സ്വിഫ്റ്റ് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഐ10 എന്നുള്ളതാവും. മനസ്സിലായി? അതുപോലെ തന്നെ മേക്ക് ഇയർ, സ്വിഫ്റ്റിൻ്റെ മേക്ക് ഇയർ ചിലപ്പം 2019 ആണെങ്കിൽ ചിലപ്പം ഹ്യുണ്ടായുടെ മേക്ക് ഇയർ 2020 ആയിരിക്കാം. അപ്പം ഇങ്ങനെ ഈ ഓരോ പ്രോപ്പർട്ടീസിനും വാല്യൂസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ജനറലൈസ് ചെയ്ത് നമുക്കൊരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ 3 ഒബ്ജക്ട്സ് ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്ട്സ്. ക്ലാസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും ക്ലാസ് എന്ന് പറയുന്നത്. ഇത് ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും. ഓക്കെ. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോഴോ ഒബ്ജക്ട്സിനെ നമുക്കൊരു ഇൻസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം. ഈ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ബ്ലൂ പ്രിൻറ്റിൻ്റെ ഈ ടെംപ്ലേറ്റിൻ്റെ നമുക്കിത് ടെംപ്ലേറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഈ ടെംപ്ലേറ്റിൻ്റെ
ഒരു ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ക്ലാസ് ഒരു ടെംപ്ലേറ്റ് ഡിഫൈൻ ചെയ്ത് ഒരു ബ്ലൂ പ്രിൻറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം അതിൽ സെയിം തന്നെ ക്ലാസ്സുകൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ക്ലാസ്സും ഒബ്ജക്ട്സും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അത്രയും കാര്യമാണ് എനിക്ക് ഈ ഒരു പാർട്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ നമ്മളിപ്പം ക്ലാസ്സും ഒബ്ജക്ട്സും കവർ ചെയ്തു. ഇനി നമുക്ക് മറ്റു ചില പ്രോപ്പർട്ടീസിലും കൂടെ പോവാം. അതിൽ പ്രധാനപ്പെട്ട അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എൻക്യാപ്സുലേഷൻ ആണ്. അപ്പം എൻക്യാപ്സുലേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞ സ്ലൈഡിൽ. എന്നിരുന്നാലും നമുക്ക് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. എൻക്യാപ്സുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ മെത്തേഡ്സിനെയും ആട്രിബ്യൂട്ട്സിനെയൊക്കെ ഒരുമിച്ച് ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് അപ്പുറത്ത് കാണിച്ചു തന്നു ഒരു കാറ്. ആ കാറിൻ്റെ റെപ്രസെൻറ്റേഷനകത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷനും ഉണ്ടായിരുന്നു. അതിനകത്ത് ഫോർ എക്സാമ്പിൾ അതിന് പ്രോപ്പർട്ടീസ് തന്നെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആട്രിബ്യൂട്ട്സിനെയും അടുത്തതായിട്ട് മെത്തേഡ്സ് ആണ് ഫങ്ഷൻസ്. ഓക്കെ, ഫങ്ഷൻസ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻ, പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇതിനെ ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് വെക്കുന്നത് പ്രോസസ്സാണ് എൻക്യാപ്സുലേഷൻ. ഒരുമിച്ച് നമ്മൾ എങ്ങനെയാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്? ക്ലാസ് യൂസ് ചെയ്ത്. ഓക്കെ, അപ്പം ക്ലാസ്സോ അല്ലെങ്കിൽ ഇൻ്റർഫേസ് എന്നൊരു കൺസെപ്റ്റും കൂടി ജാവയിലുണ്ട്. ഇൻ്റർഫേസ് എന്താണെന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കും. ഇൻ്റർഫേസോ ക്ലാസ്സോ യൂസ് ചെയ്ത് നമ്മളൊരു ആട്രിബ്യൂട്ട്സിനെയും മെത്തേഡ്സിനെയും ഒരുമിച്ച് വെക്കുന്നതിനെയാണ്, ബൈൻഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇനി എൻക്യാപ്സുലേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇൻ കേസ് മറ്റൊരാളിൽ നിന്ന് അല്ലെ പുറമേ ഉള്ള ഒരു ക്ലാസ്സോ മറ്റൊരാളോ ഇതിൻ്റെ പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് മോഡിഫയേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആക്സസബിലിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. പുറത്തൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണോ അല്ലെ പ്രോപ്പർട്ടീസ് ആണോ ആട്രിബ്യൂട്ട്സ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആക്സസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ആക്സസ് മോഡിഫയേഴ്സ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 3 തരത്തിലുള്ള ആക്സസ് മോഡിഫയേഴ്സ് ആണ് നമുക്ക് ജാവയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പബ്ലിക്, സെക്കൻഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഇത്രയും ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എപ്പം പഠിക്കും? ഉറപ്പായിട്ടും നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് കൂടുതലായിട്ട് മനസ്സിലാവും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയട്ടെ, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിളിൻ്റെ പ്രധാന പ്രോപ്പർട്ടിയാണ്. ഇനി അതെന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസോ യൂസ് ചെയ്ത് ആട്രിബ്യൂട്ട്സിനെയും മെത്തേഡ്സിനെയും ഒരുമിച്ച് ജോയിൻ ചെയ്ത് ബൈൻഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കും. നമുക്കിനി ഇപ്പം നമ്മൾ എൻക്യാപ്സുലേഷൻ കവർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടീസിലോട്ട് കടക്കാം. അടുത്തതായിട്ട് അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അബ്സ്ട്രാക്ഷൻ ഇത് മറ്റൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിളാണ് അബ്സ്ട്രാക്ഷൻ എന്നുള്ളത്. അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് ബേസിക്കലി പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു മൊബൈൽ ഡിവൈസ് യൂസ് ചെയ്യുന്നതായിരിക്കട്ടെ, അല്ലെ ഒരു ടി വി, അല്ലെ ഒരു ഫ്രിഡ്ജ്, വാട്ട് എവർ എനി ഡിവൈസ്. ഓക്കെ, നിങ്ങളൊരു മൊബൈൽ ഡിവൈസ് യൂസ് ചെയ്യുന്നു. നിങ്ങളൊരു ആപ്ലിക്കേഷൻ എടുത്ത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ അറിയത്തുള്ളൂ? ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനേ അറിയത്തുള്ളൂ. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്താണ് ഈ മൊബൈലിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നിങ്ങൾക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, എന്താണത് ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കത്തില്ല. അതായത് ഒരു യൂസർ എന്ത് കാണണമോ അത് മാത്രം പ്രസൻറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഒരു മൊബൈലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ത് ഒരു യൂസർ കാണണമോ അല്ലെ എന്ത് സാധനം ഹൈഡ് ചെയ്ത് വെക്കണമോ അതെല്ലാം ഹിഡൻ ആയിട്ട് കീപ്പ് ചെയ്യുക. എന്ത് മാത്രം കണ്ടാൽ മതിയോ ഒരു യൂസർ, അത് മാത്രം യൂസറിന് പ്രസൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു കാര്യത്തിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബേസിക് എക്സാമ്പിളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ജാവയിൽ അച്ചീവ് ചെയ്യുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ്സുകൾ യൂസ് ചെയ്ത് ഇൻ്റർഫേസ് യൂസ് ചെയ്തതാണ്. നിങ്ങൾ ഈ ഫങ്ഷണാലിറ്റി ഇത് ശരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ പ്രോപ്പറായിട്ട് എക്സാമ്പിൾ സഹിതം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതായത് പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾക്കിത് കൂടുതലായിട്ട് മനസ്സിലാവും. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഈ ജാവയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് എഴുതി അതിനകത്ത് ഒരു യൂസർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യും.
ആ കാര്യങ്ങൾ മാത്രം ഡിഫൈൻ ചെയ്ത് അല്ലെ ആ കാര്യങ്ങൾ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള നിലയിലായിരിക്കും അബ്സ്ട്രാക്ഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എപ്പോൾ പഠിക്കും, പ്രോഗ്രാമിംഗ് സൈഡിൽ പഠിക്കുക. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മറ്റൊന്നുമല്ല, എന്തൊരു യൂസർ കാണണമോ only the essential features of an element or object will be visible to the user. Other things will be hidden from him. സോ എന്തൊക്കെ ഫങ്ഷനാലിറ്റി ഒരു യൂസറിന് കാണിക്കണമോ അല്ലെ പ്രൊവൈഡ് ചെയ്യണോ അത് മാത്രം ഒരു യൂസറിന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് മറ്റൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്ഷൻ കവർ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് നോക്കാം. ഇൻഹെറിറ്റൻസ് മേ ബി സം ഓഫ് യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ഇറ്റ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ നമ്മുടെ ഒരു തലമുറ എന്നൊക്കെ പറയും, ഇൻഹെറിറ്റ് ചെയ്ത് വരിക എന്ന് പറയും പല കാര്യങ്ങളും. അപ്പോൾ ആ ഒരു ബേസിക് കൺസെപ്റ്റാണ് ഇവിടെയുള്ളത്. അതായത് ഏതെങ്കിലും ഒരു എൻറ്റിറ്റി അതിന് മുകളിലുള്ള ഒരു എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസോ ആട്രിബ്യൂട്ട്സോ ഒക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബേസിക്കലി 3-4 തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. 1 by 1 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകും. എന്നാലും ബേസിക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കട്ടെ. ക്ലാസ് വെഹിക്കിൾ. ഓക്കെ, എനിക്കിത്തിരി വാഹനങ്ങളോട് കമ്പമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് എപ്പോഴും ഞാൻ കാറ് വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആനിമൽസ് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം, മറ്റേത് ക്ലാസ്സുകൾ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അപ്പം വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്ന് ഞാനിപ്പം പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന അതിന് കാറെന്ന് പേര് കൊടുക്കുന്നു. പലതരത്തിലുള്ള വെഹിക്കിൾസ് ഉണ്ടാവാമല്ലോ. അപ്പം ഈ വെഹിക്കിളിന് ബേസിക്കലി ഒരു വെഹിക്കിളിനുള്ള പല പ്രോപ്പർട്ടീസും കാറിനും അതേ കണക്ക് കാണും. എന്നാൽ ചിലപ്പം വെഹിക്കിളിന് ബേസിക്കലി ജനറലൈസ് ചെയ്യുമ്പോൾ പറയാൻ പറ്റാത്ത ചില കേപ്പബിലിറ്റീസ് കാറിനൊക്കെ ഉണ്ടായിരിക്കും, എക്സ്ട്രാ കേപ്പബിലിറ്റീസ് കാറിനുണ്ടായിരിക്കും. അപ്പം ആ ഒരു കേപ്പബിലിറ്റി വെഹിക്കിളിനകത്ത് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വെഹിക്കിളിനെ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ച് ടയർ എത്ര ഉണ്ട്, അല്ലെ മറ്റു കാര്യം എൻ്റെ സ്റ്റിയറിംഗ് ടൈപ്പ് ആവും, മാനുവലാണോ ഓട്ടോമാറ്റിക് ആണോ, എൻ്റെ ഗിയർ ടൈപ്പ്, ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും വെഹിക്കിൾ. അതേ പ്രോപ്പർട്ടീസ് കാറിനും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കാറിന് ക്രിയേറ്റ് ചെയ്യുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ വെഹിക്കിൾ എന്നുള്ള ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിളിലുള്ള പ്രോപ്പർട്ടീസ് കൂടി ഈ കാറിന് ലഭിക്കും. ഓക്കെ, ടയറിൻ്റെ എണ്ണം അതൊക്കെ ഇവിടെ നമ്മൾ വെഹിക്കിളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കാറിനകത്ത് ഡിഫൈൻ ചെയ്യേണ്ട, കാർ അത് അക്വയർ ചെയ്ത് യൂസ് ചെയ്യും. അതർ ദാൻ ദാറ്റ് അഡീഷണലി നിങ്ങൾക്ക് ഇപ്പോൾ കാറിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാർ എന്നുള്ള ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തഡോളജിയാണ് എന്തെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പലതരത്തിലുണ്ട്. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചതെന്ന് വെച്ചാൽ സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്, ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് അക്വയർ ചെയ്യുന്നു. അപ്പോൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലെവൽസിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പം അണ്ടർ ദിസ് വൺ അനദർ ക്ലാസ് മേ ബി ഒരു ബ്രാൻഡ് ഹ്യുണ്ടായി, ഒരു ബ്രാൻഡ് ഈ ക്ലാസ്സിന് എടുക്കാന്നിരിക്കുന്നിട്ട്, അല്ലെങ്കിൽ ഓഡി, ഏതാണെങ്കിലും ഏത് ബ്രാൻഡാണെങ്കിലും ഒരു മൾട്ടിപ്പിൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഹൈറാർക്കിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാസ്, ഇത് ആദ്യത്തെ ക്ലാസ്, ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ഇങ്ങനെ ആദ്യത്തെ ക്ലാസ്സിൻ്റെ അക്വയർ ചെയ്ത്, അതുപോലെ മൂന്നാമത്തെ ക്ലാസ്സും ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് അക്വയർ ചെയ്യുകയാണെങ്കിൽ ഈ കൈൻഡ് ഓഫ് ഒരു ഇൻഹെറിറ്റൻസിനെ നമുക്ക് എന്ത് പറയാം, ഹൈറാർക്കിക്കൽ എന്ന് പറയാം. ഇനി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഈ രണ്ട് ക്ലാസ്സിൽ നിന്നും തേർഡ് ഒരു ക്ലാസ് പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ആണ് നമുക്കുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ വെഹിക്കിൾ എന്നുള്ളത് പേരൻറ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഇതിനെ താഴെയുള്ള എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിനെ ചൈൽഡ് എന്നും പറയും. അപ്പോൾ ഒരു പേരൻറ്റിൽ നിന്ന് ചൈൽഡ് ചില പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കപ്പം അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം, പോളിമോർഫിസം. ഓക്കെ, പോളിമോർഫിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ബേസിക്കലി പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ പോളിമോർഫിസം മീൻസ് മൾട്ടിപ്പിൾ ഫോംസ്. അതാണ്
പോളിമോർഫിസം എന്നുള്ളതിൻ്റെ മീനിങ്. മെനി ഫോംസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഷെയ്പ്പ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ഷെയ്പ്പ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഓക്കെ, ഷെയ്പ്പ് എന്ന് പറയുന്ന ക്ലാസ്സിന് പല ഫോംസ് എടുക്കാമെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ആവാം, സ്ക്വയർ ആവാം, അല്ലെ സർക്കിൾ ആവാം, പലതരത്തിലുള്ള ഷെയ്പ്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ഷെയ്പ്പ് എന്ന് പറയുന്ന ഒരു പേരൻറ്റ് ക്ലാസ്സിന് പല പല സമയത്ത് പല ഫോം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം? പോളിമോർഫിസം എന്ന് പറയും. ഇവിടെ നമ്മൾ ജാവയിൽ പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നത് 2 തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് കമ്പൈൽ ടൈമിൽ അച്ചീവ് ചെയ്യുന്ന മെത്തേഡ് ഓവർലോഡിങ് യൂസ് ചെയ്ത് നമ്മൾ കമ്പൈൽ ടൈമിൽ പോളിമോർഫിസം അച്ചീവ് ചെയ്യും. റൺ ടൈമിൽ മെത്തേഡ് ഓവർ റൈഡിങ് യൂസ് ചെയ്ത് നമ്മൾ പോളിമോർഫിസം അച്ചീവ് ചെയ്യും. നിങ്ങൾക്കൊരു ബേസിക് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മെത്തേഡ് ഓവർലോഡിങ്ങിന് ബേസിക് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ എഴുതണം, സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇൻറ്റിജർ വാല്യൂസ് ആവാം, ഡബിൾ വാല്യൂസ് ആവാം, ഫ്ലോട്ടിംഗ് വാല്യൂസ് ആവാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് വാല്യൂസ് നിങ്ങൾക്ക് അതിനകത്ത് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻറ്റിജർ സ്ക്വയർ എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ഇവിടെ ഇൻറ്റിജർ വാല്യൂസ്. അതുപോലെ തന്നെ ഫ്ലോട്ട് സ്ക്വയർ എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതാം, ഫ്ലോട്ട് വാല്യൂസ് പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡബിൾ സ്ക്വയർ എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതാം, ഡബിൾ ടൈപ്പ് വരുന്ന വാല്യൂസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ അവൈലബിൾ ആണ് സ്ക്വയർ, ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്വയർ എന്നൊരു ഫംഗ്ഷൻ എഴുതി അതിൻ്റെ വാല്യൂ റിപ്പീറ്റഡ് ആയിട്ട് സ്ക്വയർ എന്ന് തന്നെ എഴുതി ഈ വേരിയബിൾ ചേഞ്ച് ആവുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്ററിൻ്റെ ടൈപ്പ് അനുസരിച്ച് ഇതിന് ബിഹേവിയർ ചേഞ്ച് ആയാൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഈ ഇവിടെ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ മെത്തേഡ് ഓവർലോഡിങ് കൺസെപ്റ്റാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് സെക്ഷനിൽ നമ്മൾ ഇതെല്ലാം ഞാൻ എന്തുകൊണ്ട് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാമെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ബേസിക് ഇപ്പോൾ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ വഴിയെ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ കൺസെപ്റ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇവിടെ ഞാൻ പ്രോഗ്രാം എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് പോസിബിൾ ആയിരിക്കത്തില്ല. ബേസിക്കലി ഇനീഷ്യലി നമ്മൾ തിയറിറ്റിക്കലായിട്ട് പോകുന്നതാണ് നല്ലത്. വഴിയെ നമുക്ക് പ്രോഗ്രാമിലോട്ട് കടക്കാം. ഇപ്പം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഒബ്ജക്റ്റിന് മൾട്ടിപ്പിൾ ഫോംസ് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ രണ്ടാമത്തെ ഫീച്ചറും കവർ ചെയ്തു, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസ് അല്ലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്നുള്ളത് ജാവ. ഇനി അടുത്ത ജാവയുടെ ഫീച്ചർ എന്ന് പറയുന്നത് ജാവ റോബസ്റ്റ് ആണ്, ജാവ സെക്യൂർ ആണ്. ജാവ റോബസ്റ്റ് ആൻഡ് സെക്യൂർ ആണെന്ന് പറയാൻ കാര്യം, ജാവ റോബസ്റ്റ് എന്ന് പറയാൻ കാര്യം ജാവ വളരെ സ്ട്രോങ് ആയിട്ടൊരു ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. ജാവ എന്നുള്ള ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ സെക്യൂരിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ് ജാവ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിയിലും C++ലും ഇതിന് ഡിസസേഴ്സ് ആയിട്ടുള്ള സിയും C++ലും ഉണ്ടായിരുന്ന ചില സെക്യൂരിറ്റി ഫ്ലോസിന് കാരണമായിരുന്ന ചില കൺസെപ്റ്റുകൾ ജാവയിൽ നിന്ന് റിമൂവ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, പോയിൻറ്റേഴ്സിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പോയിൻറ്റേഴ്സിന് ഡയറക്റ്റ് മെമ്മറി ആക്സസ് അവൈലബിൾ ആണ്. മെമ്മറിയിലെ ഒരു ലൊക്കേഷനിലോട്ട് നിങ്ങൾക്ക് പോയിൻ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബേസിക് ഏത് മെമ്മറി ലൊക്കേഷന് ആക്സസബിൾ ആയിരുന്നു. അതുപോലെ അനദർ എക്സാമ്പിൾ ഈസ് ഗ്ലോബൽ വേരിയബിൾസ് ഈ ജാവയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് വെച്ചാൽ ഏത് ഫംഗ്ഷനും ആക്സസ് ചെയ്യാവുന്ന തരത്തിൽ ഗ്ലോബൽ വേരിയബിൾസ് എന്നൊരു കൺസെപ്റ്റ് സീക്കുണ്ടായിരുന്നു. അത് ജാവയിൽ നിന്ന് റിമൂവ് ചെയ്തു, അത് മറ്റൊരു കൺസെപ്റ്റ്. ഇനി പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആയിരുന്നു സിയുടെ C++ൻ്റെ. അത് നമ്മൾ എന്ത് ചെയ്തു? അത് റിമൂവ് ചെയ്തു ജാവ എന്നുള്ളത്. അതൊരു സെക്യൂരിറ്റി ഫ്ലോ ആയിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്ന മെമ്മറി മാനേജ്മെൻ്റ് ആണ്. മെമ്മറി മാനേജ്മെൻറ്റ് ബേസിക്കലി C++ ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഡ്യൂറിങ് കമ്പാരിസൺ സെഷൻ ഞാനിത് പറഞ്ഞിരുന്നു. മെമ്മറി മാനേജ്മെൻറ്റ് മാനുവലി ചെയ്തിരുന്ന ഒരു സ്ഥാനത്ത് ജാവ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആക്കി. അതായത് ഡൈനാമിക് ആയിട്ട് JVM തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും ഡീഅലോക്കേറ്റ് ചെയ്യാനും തുടങ്ങി. അത് പല എറേഴ്സും തടയാൻ കാരണമായി. അതേപോലെ അടുത്ത ഒരു ഫീച്ചർ വന്നതെന്ന് വെച്ചാൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പല എറേഴ്സ് റേസ് ആവാം. അപ്പോൾ ചില എറേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചില എറേഴ്സ് ബഗ്സ് ആയിട്ട് നമ്മളത്
റിസോൾവ് ചെയ്യും. എന്നാൽ ചില എറേഴ്സ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എറേഴ്സ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ കോഡ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ബ്രേക്ക് ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പ്രീവിയസ്ലി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാനാണ് ജാവ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൺ ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലും എറേഴ്സ് ഉണ്ടായാലും അതിനെ എന്തായിട്ട് ത്രോ ചെയ്യും, എക്സെപ്ഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി എക്സെപ്ഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായാലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ എക്സെപ്ഷനെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കോഡ് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനും സാധിക്കും. അങ്ങനൊരു ഫങ്ഷണാലിറ്റി ജാവയിൽ അവൈലബിൾ ആണ്. ഇനി അതർ ദാൻ ദാറ്റ് ജാവയുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, വൺസ് ജാവ കോഡ് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ജാവ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ്ലി OSലല്ല, പകരം എന്തുണ്ട്, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് JVM അതിന് മുന്നിലുണ്ട്. അപ്പം JVM എന്ന് പറയുന്ന ഒരു വിർച്വൽ എൻവയോൺമെൻ്റ് ആണ്. ഈ വിർച്വൽ എൻവയോൺമെൻറ്റിലാണ് ഈ ജാവയുടെ എക്സിക്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, മറ്റ് വൈറസ് അറ്റാക്കും കാര്യങ്ങളും മാൽവെയർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ തടയാനായിട്ട് ഏറെക്കുറെ തടയാനായിട്ട് ജാവ എന്നൊരു ലാംഗ്വേജിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ജാവയെ റോബസ്റ്റ് എന്നും സെക്യൂർ എന്നും നമുക്ക് വിളിക്കാം. അപ്പം ഇത്രയും കാരണങ്ങളാണ് ജാവ റോബസ്റ്റ് എന്ന് പറയാനുണ്ടായ കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു ഫീച്ചറും കൂടി കവർ ചെയ്തു, ജാവ റോബസ്റ്റ് എന്നുള്ളത്. ഇനി ജാവയെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പോർട്ടബിൾ എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കാരണവും ഞാൻ ഓൾറെഡി പറഞ്ഞു. ജാവ ഒരു തവണ കമ്പൈൽ ചെയ്ത ജാവ കോഡിനെ ബൈറ്റ് കോഡ് എന്ന് നമുക്ക് പറയാം. ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ബൈറ്റ് കോഡ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം, ഒരു JVM യൂസ് ചെയ്യണം, ജാവ വിർച്വൽ മെഷീൻ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ബൈറ്റ് കോഡ് ഉണ്ടെങ്കിൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ബൈറ്റ് കോഡ് കിട്ടും. ആ ബൈറ്റ് കോഡ് ജാവ കോഡിനെ കമ്പൈൽ ചെയ്ത് നിങ്ങൾക്ക് ബൈറ്റ് കോഡ് കിട്ടും. ആ ബൈറ്റ് കോഡിനെ നിങ്ങൾക്ക് JVM യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഈ JVM എന്ന് പറയുന്നത് ഏത് മെഷീനിനകത്തും സപ്പോർട്ട് ചെയ്യും. അതായത് ഇപ്പം നിങ്ങൾക്ക് വിൻഡോസ് ആണെങ്കിലും അല്ലെങ്കിൽ മാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ലിനക്സ് ആണെങ്കിലും എന്ത് യൂസ് ചെയ്യാം, ഈ JVM യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സെയിം ബൈറ്റ് കോഡിനെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാവ പോർട്ടബിൾ എന്ന് പറയാം. അതായത് നിങ്ങളിപ്പം കമ്പൈൽ ചെയ്ത് ബൈറ്റ് കോഡ് ആക്കുന്ന ഏതെങ്കിലും ഒരു റിമോട്ട് മെഷീനോ ഒരു വിൻഡോസ് മെഷീനിലോ എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇതിനെ ഇവിടുന്ന് എടുത്ത് എവിടെ കൊണ്ടുപോകാം, ജസ്റ്റ് ഇപ്പുറത്തൊരു മാക്ക് മെഷീനകത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് JVMൻ്റെ സഹായത്തോടു കൂടി എക്സിക്യൂട്ട് ചെയ്യാം. ആ ഒരു പോർട്ടബിലിറ്റി ജാവ ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം ജാവയുടെ കോഡെന്ന് പറയുന്നത്, ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പോർട്ടബിൾ എന്ന് പറയപ്പെടാൻ കാരണം ജാവ. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയപ്പെടുന്നത് ജാവ ഈസ് ഇൻ്റർപ്രറ്റഡ് ആൻഡ് ഹൈ പെർഫോമൻസ് ലാംഗ്വേജ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വൺസ് ജാവ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് ബൈറ്റ് കോഡ് ആക്കി കഴിഞ്ഞാൽ JVMൻ്റെ സഹായത്തോടു കൂടി, JVMനകത്ത് ഒരു ഇൻ്റർപ്രറ്ററുണ്ട്. ഈ JVM ഇൻ്റർപ്രറ്ററിൻ്റെ സഹായത്തോടു കൂടി ബൈറ്റ് കോഡിനെ നേറ്റീവ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. നേറ്റീവ് കോഡ് ഇൻ ദ സെൻസ് മിഷൻ കോഡ്. അപ്പം ഈ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇൻ്റർപ്രറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആണ് ഈ കോഡ് മനസ്സിലാക്കി അത് മിഷൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർപ്രറ്റർ ബേസിക്കലി ഒരു ഇത്തിരി സ്ലോ ആണ് പല കേസുകളിലും. അതുകൊണ്ട് ജാവയിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജാവയിൽ JIT, അതായത് അതർവൈസ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്നൊരു കൺസെപ്റ്റ് കൂടി ഉൾപ്പെടുത്തി JVMനുള്ളിൽ നമുക്ക് ഇൻ്റർപ്രറ്റർ മാത്രമല്ല ഒരു കമ്പൈലർ കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ആ കമ്പൈലർ എന്ത് മേക്ക് ഷുവർ ചെയ്യും, ജാവ സ്പീഡപ്പ്, ഈ ഒരു എക്സിക്യൂഷൻ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പൈലർ ജാവയെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ജാവ ഇൻ്റർപ്രറ്റഡും ഹൈ പെർഫോമിങ് ലാംഗ്വേജുമായിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. ഓക്കെ, അതാണ് ജാവയുടെ മറ്റൊരു ഫീച്ചർ, ജാവ ഇൻ്റർപ്രറ്റഡ് ആൻഡ് ഹൈ പെർഫോമിങ്. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ജാവ മൾട്ടി ത്രെഡഡ് ആണ്. മൾട്ടി ത്രെഡഡ് ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് ഞാൻ ബേസിക്കലി നേരത്തെ പറഞ്ഞു തന്നിരുന്നു, ജാവ മൾട്ടി ത്രെഡഡ് എന്ന് പറയാൻ അല്ലെ മൾട്ടിപ്പിൾ ത്രെഡ് ഇൻ ദ സെൻസ്. ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഒരു CPU ഉണ്ടെന്നിരിക്കട്ടെ. ഈ CPUവിന് ഒരു നമ്പർ ഓഫ് കോർസ്, ഇപ്പം ഡ്യുവൽ കോർ ആണെങ്കിൽ എന്ത് പറയപ്പെടും, ഡ്യുവൽ കോർ ആണെങ്കിൽ ഇതിനകത്ത് ഈ CPUവിനുള്ളിൽ തന്നെ 2 കോർ ഉണ്ടെന്നാണ് മീനിങ്. ഓക്കെ, കോർ 1, കോർ 2. അപ്പം ഡ്യുവൽ കോർ CPUs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പം ഈ ഡ്യുവൽ കോർ, ഈ ഓരോ കോറിനും എന്ത് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും, 2 ത്രെഡ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും. ഇത് ത്രെഡ് 1, ത്രെഡ് 2.
ഓക്കെ. ഈ ത്രെഡ് എന്ന് പറയുന്നത് ഒരു ത്രെഡിനകത്ത് മിക്കവാറും ഒരു പ്രോസസ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ 2 കോറാണെങ്കിൽ മാക്സിമം 4 ഫിസിക്കൽ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിൽ കൂടുതൽ ത്രെഡ് OS ഹാൻഡിൽ ചെയ്യുക. എന്നിരുന്നാലും ഞാൻ ബേസിക്കലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഫിസിക്കൽ എത്ര ത്രെഡ്സ് ഉണ്ടാവാം. 2 കോർ ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി 4 ത്രെഡ് നിങ്ങൾക്ക് പാരലി അല്ലെ റൺ ചെയ്യാൻ സാധിക്കും. അപ്പം ജാവ ഈ ഒരു പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാവ പ്രോഗ്രാമിന് മൾട്ടിപ്പിൾ ത്രെഡ് ഇൻവോക്ക് ചെയ്ത് പ്രോസസ്സ് സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. സൈമൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെയുള്ള ടാസ്കുകൾ റൺ ചെയ്യാൻ ജാവയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ജാവ എന്തായിട്ട് പറയപ്പെടുന്നു? ജാവ ഒരു മൾട്ടി ത്രെഡഡ് ലാംഗ്വേജ് ആയിട്ട് പറയപ്പെടുന്നു. മറ്റ് പല ലാംഗ്വേജുകൾക്കായും നേറ്റീവായിട്ട് ഈ സപ്പോർട്ടില്ല. ജാവയ്ക്ക് നേറ്റീവായിട്ട് ജാവ മൾട്ടി ത്രെഡിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൾട്ടിപ്പിൾ ത്രെഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോറാണ് അല്ലെങ്കിൽ പ്രോസസ്സറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ത്രെഡ് യൂട്ടിലൈസ് ചെയ്ത് തന്നെ ജാവ പ്രോഗ്രാംസിനെ റൺ ചെയ്യാൻ സാധിക്കും. So we covered multi-threaded and now Java is said to be distributed. ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ജാവയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജാവ ഇതിനകത്ത് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ ജാവ എന്നുള്ള പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു റിമോട്ട്ലി നമുക്കൊരു മറ്റൊരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജാവ നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിന് പ്രാധാന്യം കൊടുത്തു. ജാവയിൽ TCP IP പോലുള്ള അല്ലെങ്കിൽ UDP പോലുള്ള പ്രോട്ടോക്കോൾസ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ജാവയ്ക്കുണ്ട്. അതേപോലെ ജാവ പല ക്ലയൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് പ്രോഗ്രാംസ് റൺ ചെയ്യാൻ സാധിക്കും. ജാവയിൽ RPC സപ്പോർട്ട് ചെയ്യും, റിമോട്ട് പ്രൊസീജിയർ കോൾസ്. അതായത് ഇപ്പം നമ്മുടെ ഒരു മിഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ഈ മിഷനകത്തുള്ള ഒരു ജാവ കോഡിന് അപ്പുറത്തുള്ള ഒരു തൊട്ടപ്പുറത്തെ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മിഷനിലുള്ള ജാവ കോഡിനെ ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും. അതിനെ RPC എന്ന് പറയും. ഇതാണ് റിമോട്ട് പ്രൊസീജിയർ കോൾസ്. അപ്പോൾ ഇവിടെ ഇൻവോക്ക് ചെയ്യുന്ന ഫംഗ്ഷൻസിന് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് തരാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകത എന്തിനുണ്ട്? ജാവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജാവയെ എന്തായിട്ട് പറയാം? ജാവ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കവർ ചെയ്തു. ഇനി ഏറ്റവും ലാസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് അല്ലെ ഫീച്ചറായിട്ട് പറയുന്നത് ജാവ ഡൈനാമിക് ആണെന്നുള്ളതാണ്. ജാവ ഡൈനാമിക് ആണെന്ന് പറയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ജാവ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ സിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, നിങ്ങൾ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് നിങ്ങളുടെ കോഡിൽ എഴുതി, മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഇങ്ങനെ കോഡിൽ എഴുതി വെച്ചേക്കാന്നിരിക്കട്ടെ, 1 2 3. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇപ്പോൾ ഒരു ഡൈനാമിക് നേച്ചറുള്ള ലാംഗ്വേജ് അല്ല എങ്കിൽ നിങ്ങൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഈ എൻറ്റയർ സെറ്റ് ഓഫ് ഫങ്ഷൻസിനെ എന്ത് ചെയ്യും? മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യേണ്ടി വരും, അല്ലെ ലോഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ എല്ലാ ഫങ്ഷൻസും ചിലപ്പോൾ ഡയറക്റ്റ് അന്നേരം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അതേസമയം ഒരു ഡൈനാമിക് നേച്ചറുള്ള ലാംഗ്വേജ് ആണെങ്കിൽ ഇൻ കേസ് നമുക്ക് ആദ്യത്തെ ഇത്ര ടൈമിൽ ഈ ഒരു റൺ ടൈമിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമേ മെമ്മറിയിൽ ലോഡ് ചെയ്യത്തുള്ളൂ. അതും ബേസിക്കലി റൺ ടൈമിൽ. അത് റിക്വയർഡ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? റൺ ടൈമിൽ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. ഇനി അടുത്ത ഫംഗ്ഷൻ റിക്വയർഡ് ആവുന്ന സമയത്ത് മെമ്മറിയിൽ ലോഡ് ചെയ്യും, അല്ലാതെ ബൾക്കായിട്ട് എല്ലാ ഫംഗ്ഷൻസിലും ലോഡ് ചെയ്തില്ല. ഈ ഒരു കൺസെപ്റ്റാണ് ഡൈനാമിക് നേച്ചർ എന്ന് പറയുന്നത്. അപ്പം ജാവയിൽ എപ്പോഴും എന്തായിരിക്കും? ജാവയുടെ ക്ലാസ്സുകൾ റിക്വയർഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസും ക്ലാസ്സും എപ്പോഴേ ഒബ്ജക്ട്സിനെയൊക്കെ എപ്പോഴേ ലോഡ് ചെയ്യത്തുള്ളൂ, റൺ ടൈമിൽ മാത്രമേ ജാവ ലോഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മെമ്മറി സ്പേസും സേവ് ചെയ്യാം, അതിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ജാവയെ ഒരു ഡൈനാമിക് നേച്ചറുള്ള ലാംഗ്വേജായിട്ട് പറയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ജാവയുടെ ഓൾമോസ്റ്റ് ഓൾ ഫീച്ചേഴ്സ് നമ്മൾ കവർ ചെയ്തു. ആദ്യം നമ്മൾ പറഞ്ഞു ജാവ സിമ്പിൾ ആണെന്നുള്ളത്, പിന്നെ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്നുള്ളത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ തന്നെ നമ്മൾ പല കൺസെപ്റ്റുകൾ കവർ ചെയ്തു. ക്ലാസ് എന്താണെന്ന്, ഒബ്ജക്ട്സ് എന്താണെന്ന്, അതേപോലെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ഈ കൺസെപ്റ്റുകളൊക്കെ കവർ ചെയ്തു. റോബസ്റ്റ് ആൻഡ് സെക്യൂർ ആണെന്ന് പറഞ്ഞു ജാവ. അതേപോലെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ജാവ ഇൻ്റർപ്രറ്റഡ് ആണ് ആൻഡ് ഹൈ പെർഫോമിംഗ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ജാവ എന്തുകൊണ്ട് മൾട്ടി ത്രെഡഡ് ആയെന്ന് പറഞ്ഞു. ജാവയെ എന്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ലാംഗ്വേജ് ആകുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ജാവ എന്നുള്ളത് ഡൈനാമിക് നേച്ചർ ആയത് എങ്ങനെ എന്നുള്ളതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക.
ഞാൻ പരമാവധി നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. നമുക്കപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.